വോങ്ക, ദ സ്റ്റോറി ഓഫ് വില്ലി വോങ്ക. ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി എന്നൊരു സിനിമ 2005 ഒരു ഫാൻറ്റസി സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ജോണി ഡെപ്പ് വില്ലി വോങ്കയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു സിനിമയിൽ വില്ലി വോങ്കയുടെ ആ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറി, അതായത് ചാർലിയും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് കാണിച്ചത്. അതിനകത്ത് കാണിക്കുന്നുണ്ട് വില്ലി വോങ്കയും ആ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയാക്കി. അപ്പം ആ ഒരു വില്ലി വോങ്കയുടെ ഒറിജിൻ സ്റ്റോറിയാണ് വോങ്ക എന്ന് പറയുന്ന ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. ഒരു മ്യൂസിക്കൽ ഫാൻറ്റസി സിനിമയാണ്. 2023 അവസാനമാണ് ഈ ഒരു സിനിമ റിലീസായത്. തിയേറ്റർ റിലീസായിരുന്നു. ടിമത്തി ഷാലമേ ആണ് ആ ഒരു വില്ലി വോങ്കയായിട്ട് ക്യാരക്ടർ അല്ലെങ്കിൽ വില്ലി വോങ്കയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു അടിപൊളി പെർഫോമൻസ്. ടിമത്തി ഷാലമേ നമുക്കറിയാവുന്നതാണ്. ഹീസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. അതായത് എന്ത് ക്യാരക്ടർ കൊടുത്താലും ഒരു കിടിലമായിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ടിമത്തി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ക്യാരക്ടറും അടിപൊളിയായിട്ട് തന്നെ ടിമത്തി ചെയ്തിട്ടുണ്ട്. ഇപ്പം എസ്പെഷ്യലി അതൊരു മ്യൂസിക്കൽ ഫാൻറ്റസി മൂവി ആകുമ്പോൾ പാട്ടിന് കുറേയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്, അതായത് സോങ്സിലൂടെയാണ് പല സിറ്റുവേഷൻസ് ഈ ഒരു സിനിമയിൽ പോകുന്നത്. അപ്പം ആ ഒരു സാധനം കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അത് ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷേ ഈ ഒരു സിനിമയിൽ ടിമത്തി അത് കിടിലമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയിലെ വില്ലി വോങ്കയുടെ ഒരു ഒറിജിൻ സ്റ്റോറിയാണ് കാണിക്കുന്നത്. ഒന്നുമല്ലാതെ ഇരുന്ന ഒരു കൊച്ചു പയ്യൻ ഒരു വലിയ ചോക്ലേറ്റ് മേക്കർ ആകണം എന്നുള്ള സ്വപ്നവുമായിട്ടൊരു സിറ്റിയിൽ വരുന്നു. അവിടെ വരുമ്പം അവിടുത്തെ ആ ഒരു ചോക്ലേറ്റ് കോർപ്പറേറ്റുകൾ വില്ലി വോങ്കയെ സമ്മതിക്കുന്നില്ല. അപ്പം വില്ലിയുടെ സ്വാഭാവികമായിട്ട് അവർക്കൊരു ശത്രുത, അത് ബെസ്റ്റ് ചോക്ലേറ്റ് വില്ലിയുടേതാണ്. അപ്പം അവർക്ക് സ്വാഭാവികമായിട്ട് ഒരു ശത്രുത വരും. തങ്ങളുടെ ഒരു വലിയ കോർപ്പറേറ്റ് മൊത്തത്തിൽ തകരുമോ എന്നുള്ളത് വരുന്നു. അങ്ങനെ വില്ലി അത് സമ്മതിക്കാതെ വരുന്നു. അങ്ങനെ അവിടെ കുറേ പ്രശ്നങ്ങൾ, അത് എങ്ങനെ വില്ലി അതെല്ലാം സർവൈവ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു. വില്ലിക്ക് അവിടെ നിന്ന് കുറേ ഫ്രണ്ട്സിനെ കിട്ടുന്നു. അവരും വില്ലി എല്ലാം കൂടെ ചേർന്നിട്ട് ഈ ഒരു ചോക്ലേറ്റ് ഫാക്ടറി ഡെവലപ്പ് ചെയ്ത് പോകുന്നതും, അങ്ങനെ ഒരു നമ്മൾ യൂഷ്വലി കാണാറുള്ള ഫാൻറ്റസി സിനിമകൾ പോലെ തന്നെ കുറേയധികം പ്രശ്നങ്ങൾ അത് സോൾവ് ചെയ്ത് പോകുന്നു. പിന്നെയും പ്രശ്നങ്ങൾ വരുന്നു, സോൾവ് ചെയ്യുന്നു. അവസാനം ഒരു ഹാപ്പി എൻഡിങ്ങിൽ വില്ലിക്ക് എന്താണോ, അല്ലെങ്കിൽ ആ ഒരു ചോക്ലേറ്റ് ഫാക്ടറി എങ്ങനെയാണോ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചത് അതേപോലെ ചെല്ലുന്നു, ഈ ഒരു കോർപ്പറേറ്റുകളെല്ലാം നശിപ്പിക്കുന്നു. അങ്ങനെ പോകുന്നൊരു സിനിമയാണ്. അതിന് മേക്കിംഗ് അടിപൊളിയാണ്. അതായത് നമുക്കൊരു ഭയങ്കര ക്യൂട്ടായിട്ടെന്നൊക്കെ പറയില്ല, അങ്ങനെ പോകുന്ന രീതിയിലുള്ളൊരു മേക്കിങ്ങാണ് ഒരു സിനിമയ്ക്കുള്ളത്. നമ്മൾ ഒട്ടും ബോറടിപ്പിക്കാതെ, ഈ ഇടയ്ക്കിടയ്ക്ക് സോങ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ബോറടി വരില്ല. പിന്നെ ടിമത്തി ഷാലമയുടെ ഒരു പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളി പെർഫോമൻസാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. ഈ വില്ലി വോങ്ക എന്നുള്ള ക്യാരക്ടർ നമ്മൾ അന്ന് മുതലേ കാണുന്നതാണ്. ആ ഒരു ജോണി ഡെപ്പ് ആ ഒരു ക്യാരക്ടറിനെ ഭയങ്കര ഹൈപ്പായിട്ട് കൊണ്ടുവച്ചിരിക്കുകയാണ്. അതായത് ജോണി ഡെപ്പിൻ്റെ ആക്ടിങ് നമുക്കറിയാവുന്നതാണ്. ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത്രയും വലിയൊരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ടിമത്തിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ടിമത്തി എന്ന് പറയുന്നത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ്, ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം അത്രയും ഒരു ലിമിറ്റേഷൻ നിന്നുകൊണ്ട് ഈ ഒരു ക്യാരക്ടറിനെ എത്ര പെർഫെക്റ്റ് ആക്കാൻ പറ്റും അത്രയും പെർഫെക്റ്റ് ആക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. ഒട്ടും ബോറടിപ്പിക്കാതെ കാണാൻ പറ്റുന്നൊരു സിനിമ കൂടിയാണ് വില്ലി വോങ്ക. എസ്പെഷ്യലി നമ്മളൊരു ചൈൽഡ്ഹുഡ് ടീനേജ് കുട്ടികൾ ഒക്കെ ആണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ട് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു ചാർലി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി കണ്ടിട്ടുള്ളവർക്ക് നൊസ്റ്റാൾജി അടിക്കാൻ പറ്റുന്ന സിനിമ കൂടിയാണ്. അപ്പം അത് കണ്ടിട്ടുള്ള ആ ഒരു സിനിമ കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും നൊസ്റ്റാൾജി അടിക്കുന്ന സിനിമയാണ്. ഇപ്പോൾ ഇത് OTT വന്നിട്ടുണ്ട്. ഞാൻ OTT കണ്ടത്. OTT കണ്ടിട്ടാണ് ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ പോയി കണ്ടിരുന്നെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയെന്ന് പിന്നെ തോന്നിയിട്ടുണ്ട്. എന്തായാലും ഒരു സിനിമ അടിപൊളി സിനിമയാണ്. ഒരു അടിപൊളി പെർഫോമൻസ്, ടിമത്തിയുടെ ഒരു അടിപൊളി പെർഫോമൻസ് കാണാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് വോങ്ക.